സമസ്തയുടെ രണ്ടാമത്തെ മദ്രസ, അതാണ് തിരൂർ പറവണ്ണയിലെ മദ്രസത്തുൽ ബനാത്ത്. പറവണ്ണ മുഹ്യുദ്ദീൻ മുസ്ലിയാർ സ്ഥാപിക്കുകയും അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു മദ്രസ. ആ മദ്രസയാണ് ഇന്നത്തെ സുപ്രഭാതം കാരവാനിലെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒന്നാമത്തെ മദ്രസ അഥവാ പുതുപ്പറമ്പിലെ മദ്രസയുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറി നമ്മൾ കണ്ടു. ഇത് രണ്ടാമത്തെ മദ്രസയാണ്, മദ്രസത്തുൽ ബനാത്ത്. എന്താണ് ബനാത്ത് എന്ന പേര് വരാൻ ഈ മദ്രസയ്ക്ക് കാരണം? ആരാണിത് സ്ഥാപിച്ചത്? എന്താണ് സ്ഥാപിക്കുവാനുണ്ടായിട്ടുള്ള ഉദ്ദേശം? എനിക്ക് പിറകിൽ കാണാം ഒരു പഴമയോട് കൂടിയ ഒരു കെട്ടിടമുണ്ട്. ഇതല്ല അക്ഷരാർത്ഥത്തിൽ അന്ന് പറവണ്ണ മുഹ്യുദ്ദീൻ ഉസ്താദ് അവർ സ്ഥാപിച്ച മദ്രസ. ഇതിന് ഏകദേശം 1965, 60 ആ കാലഘട്ടങ്ങളിൽ പണിത ഒരു മദ്രസയാണ്. ഇതിപ്പോഴും അങ്ങനെ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പഴമയുടെ ഗരിമയൊക്കെ ഈ ഒരു മദ്രസയ്ക്കുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു പുതിയ കെട്ടിടം വന്നു. ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ മദ്രസ പ്രവർത്തിക്കുന്നത്. ഇതൊരു ഹാളായിട്ടാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മദ്രസത്തുൽ ബനാത്ത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ SKIMVB നമ്പർ 2 സ്ഥാപിതം 1948, KN സഹൽ സ്മാരക കെട്ടിടം എന്നൊക്കെ ഈ ഒരു മദ്രസയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. 1948 ഈ മദ്രസ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് പഴയ ഒരു കെട്ടിടം. പക്ഷേ ഇതും ആയിരുന്നില്ല പറവണ്ണ ഉസ്താദ് ഈ മദ്രസ സ്ഥാപിക്കപ്പെടുമ്പോഴുള്ള കെട്ടിടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ ഉസ്താദുമാരൊക്കെ ഉണ്ട്. നമ്മളിവിടുത്തെ കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കിനി കാണാം. അത് കഴിഞ്ഞതിന് ശേഷം 2ാം ക്ലാസ്സിലെ കുട്ടികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ 2ാം ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുമ്പോൾ 2ാം ക്ലാസ് നമ്മൾ തിരഞ്ഞെടുത്തത് ആ മദ്രസ 2 എന്ന അർത്ഥത്തിലാണ്. നമുക്ക് ആ കുട്ടികളുടെ ചില കാഴ്ച കണ്ടതിന് ശേഷം നമുക്കിവിടെ ഉസ്താദുമാരുണ്ട്. പറവണ്ണ ഉസ്താദിൻ്റെ മകൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ സംഭാഷണത്തിലേക്ക് പോകാം. പറവണ്ണ എന്ന് പറയുന്നത് ഒരു തീരദേശ മേഖലയാണ്. മത്സ്യബന്ധനവും ഒക്കെ നടത്തി കഴിയുന്ന തീർത്തും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അധിവസിക്കുന്നൊരു പ്രദേശം. ഈ മദ്രസയിൽ ഏകദേശം 500-ന് മുകളിൽ കുട്ടികളുണ്ട്. ഈ മദ്രസ 1.5 ലക്ഷം രൂപയാണ് ഈ മദ്രസയും മഹല്ലുമൊക്കെ തഹിയയിലേക്ക് പിരിച്ചു നൽകിയിട്ടുള്ളത്. കുനിയയിൽ സമ്മേളനം നടക്കുമ്പോൾ 3 ബസ് ഇവർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഉസ്താദുമാർ ഇവിടെയുണ്ട്. 10ഓളം ഉസ്താദുമാരാണ് ഇവിടെയുള്ളത്. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം ഞങ്ങളുടെ മദ്രസയിലെത്താനും മദ്രസ കാണാനും പറ്റി. ഈ ഒരു മദ്രസയുടെ മുറ്റത്ത് നമ്മൾ നിൽക്കുമ്പം ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് മദ്രസയുണ്ട്. ഇത് പറയുമ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയണം. 2ാമത്തെ മദ്രസയും ഇവിടെയാണ്. 10,000ാമത്തെ മദ്രസ, അതും ഈ മഹലിൻ്റെ കീഴിലുള്ള മദ്രസ തന്നെയാണ് അല്ലേ? എത്ര മദ്രസയാണ് മഹലിന് കീഴിലുള്ളത്? മഹലിൻ്റെ കീഴിലായിട്ടുള്ളത് ഇപ്പം ഈ മദ്രസ, പിന്നെ ഇതിനോട് ബന്ധിച്ച് മദ്രസ മഹലാണെങ്കിലും ഇപ്പോൾ വ്യത്യസ്തമായ മദ്രസകൾ വന്നിട്ടുണ്ട്. ഏകദേശം 4 മദ്രസകൾ ഇതിനോട് ബന്ധപ്പെട്ട് ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തെ ഒരു ഇസ്ലാമിക് കൾച്ചറും അതോടൊപ്പം ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണ്? ഇവിടെ പഴയ കാലം മുതൽക്ക് തന്നെ ദീനിപരമായി വളരെയധികം അടുക്കത്ത് ചിട്ടയോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു സമുദായം തന്നെയാണ് നമ്മുടെ നിലവിലുണ്ടായിരുന്നത്. വളരെ ഐക്യത്തോടും സൗഹാർദ്ദത്തിലും ആണ് അവരെല്ലാവരും ഇവിടെ ജീവിച്ചിരുന്നത്. എല്ലാവരും പഴയ ആൾക്കാരിൽ അധികം ആൾക്കാരും വിദേശികളായിട്ടാണ് ജോലിക്ക് പോയി. ആ കാലഘട്ടത്തിൽ തന്നെ വിദേശികളായിട്ടാണ് അവർ ജീവിതത്തിന് വേണ്ടി പോയിരുന്നത്, പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വളരെ ഒത്തൊരുമയിൽ വളരെ ഒരുപാട് വിഷമമുള്ള ഒരവസ്ഥയായിരുന്നു. എങ്കിലും പരസ്പരം സഹായങ്ങൾ ചെയ്ത് വളരെ ഐക്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഈ പറവണ്ണ ഉസ്താദ് സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരാളാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു ഓർമ്മ എന്താണ്? അങ്ങയുടെ പിതാവ് എന്ന നിലയിലും നമുക്കൊക്കെ നമ്മളറിയുന്ന സമസ്തയുടെ നേതാവ് എന്ന നിലയിലും. യഥാർത്ഥത്തിൽ സമസ്തയുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഉള്ള കാൽവെപ്പ് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് ഉപ്പയാണ്.
ഇതിനു വേണ്ട എല്ലാ വിദ്യാഭ്യാസ സിലബസും ഉണ്ടാക്കിയതും അതിൻ്റെ പാഠപദ്ധതികൾ തയ്യാറാക്കിയതും പിതാവ് തന്നെയായിരുന്നു. യഥാർത്ഥ ആ സമയത്ത് ഈ പ്രസ്ഥാനം ഉടലെടുത്തപ്പോഴേ അതിന് എതിർപ്പുകൾ സ്വാഭാവികമായി ഉണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഇത് നല്ലൊരു രീതിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഇതിലേക്ക് സഹകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത് ആദ്യ വിദ്യാഭ്യാസ സ്ഥാനം നിലനിൽക്ക് ഇതിൻ്റെ സിലബസും ഇതിനെ എല്ലാം പ്രിൻ്റ് ചെയ്യുന്നത് പറവണ്ണയിൽ തന്നെയായിരുന്നു. പിന്നീട് അത് സമസ്തയുടെ രൂപം കണ്ടപ്പോഴേ സമസ്തക്കുള്ള സിലബസായിട്ട് ഇത് അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സിലബസും പിന്നെ പല പാഠപദ്ധതികളൊക്കെ മദ്രസത്തിൽ പിതാവിനാൽ ഉണ്ടാക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ തന്നെ ആയിരുന്നു. ഈ മദ്രസയ്ക്ക് ഒരു ബനാത്ത് എന്ന പേര് വരാൻ, പെൺകുട്ടികൾ എന്ന ഒരു പേര് വരാൻ കാരണം എന്താ? ഇവിടെ ആദ്യം ഗേൾസ് സ്കൂള്, ബോയ്സ് സ്കൂൾ, 2 സ്കൂളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗേൾസ് സ്കൂളിൽ നമ്മുടെ മദ്രസ വരുന്നതിന് മുൻപ് മദ്രസ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഗേൾസ് സ്കൂൾ, ഹൈസ്കൂൾ, ബോയ്സ് സ്കൂൾ ഉണ്ടായിരുന്നു. അന്ന് അവിടെ 2 സ്ഥലത്തും യഥാർത്ഥത്തിൽ മതവിദ്യാഭ്യാസം നൽകിയിരുന്നു ആ കാലത്തും. എന്നാൽ അത് മതവിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് പാടില്ല എന്നുള്ള ഓർഡർ വന്നപ്പോഴേ പറവണ്ണ ഗേൾസ് സ്കൂളിലത്തെ ഞങ്ങൾ ഗേൾസ് സ്കൂൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിനു പകരം ഗേൾസ് സ്കൂളിൽ നിന്നുള്ള നേരെ അത് മദ്രസ ബനാത്തായിട്ട് പേര് കൊടുത്ത് ദീനി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു. എങ്ങനെയാണ് ഈ മദ്രസത്തിൽ ബനാത്തായിട്ട് മാറുന്നത്? പിന്നീട് ആ പേര് തന്നെ നിലനിർത്താൻ മാറ്റാനൊക്കെ തീരുമാനം മാറ്റില്ല. ബനാത്ത് എന്നുള്ളത് ആവശ്യം വന്നിട്ടില്ല. അത് നന്നായി എന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. മദ്രസ ബനാത്ത് എന്നുള്ളത്. ഈ ഒരു മദ്രസയുടെ ഒരു ചരിത്രം എന്താ? പഴയ കെട്ടിടം അങ്ങനെ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് തുടക്കത്തിൽ ഇത് മദ്രസ സ്ഥലം, ഈ സ്ഥലം എൻ്റെ ഉമ്മയുടെ ആങ്ങള വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ മദ്രസയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തു. വന്ന് തുച്ഛം 2 രൂപയുടെ മുതൽ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും സ്ഥാപനം വീട്ടിൻ്റെ മുൻവശത്ത് തന്നെയായിരുന്നു. പിന്നീട് അത് കുട്ടികൾ വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ നിന്നും പിന്നെ വേറെ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കി. പിന്നെ അതും പോരാതെ വന്നു. കാരണം വേറെ എവിടെയും മദ്രസ ഇല്ലാത്തതുകൊണ്ട് പറവണ്ണയുടെ എല്ലാ അതിർത്തിയിൽ നിന്നും എല്ലാവരും ഇവിടെയാണ് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി വളരെ വിഷമിച്ചിട്ടാണ് ആ കാലത്ത് വന്നിരുന്നത്. അന്ന് രാത്രിയും പകലും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. വളരെ ഉത്സാഹ വിഷമിച്ച ഒരു അവസ്ഥയാണെങ്കിലും ദീനി വിജ്ഞാനത്തിനാണ് അന്ന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. രക്ഷകർത്താക്കൾ താല്പര്യപ്പെടുത്തിയിരുന്നു. അത് കാരണം തന്നെ വിദ്യാർത്ഥികൾ മതവിദ്യാഭ്യാസം നടത്താൻ നിർബന്ധിതയും ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് പോലും താല്പര്യം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നത്. കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ധാർമ്മിക വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് തന്നെയായിരുന്നു. ഈ പറവണ്ണ ഉസ്താദിൻ്റെ സമസ്തയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പം എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന നിലക്ക് പിതാവാണ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ആ സമയത്ത് അത് തന്നെയാണ് അതിൻ്റെ എല്ലാ ബുക്കുകളും അതിന് വേണ്ടതായ എല്ലാ സിലബസ് ഞാൻ പറഞ്ഞല്ലോ ഒക്കെ സ്വന്തം തന്നെ നിർമ്മിക്കുകയും അത് 1ാം ക്ലാസ് മുതൽ 4 വരെയുള്ള പാഠപദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം തുടർന്നു പോകാൻ രോഗം കാരണം സാധിച്ചില്ല. ഇന്നും ആ പഴയ കാലത്തെ സിലബസ് പലവരും ഇന്നും അന്വേഷിക്കുന്നവരുണ്ട്. അതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം. ഏറ്റവും നല്ല ലളിതമായിട്ടും വളരെയധികം കാര്യബോധത്തോടെ പഠനാർഹമായ വിഷയങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും ആൾക്കാർ ആ സിലബസ് ഉപയോഗിച്ച് എൻ്റെ അടുത്ത് വരാറുണ്ട്. പ്രത്യേകിച്ച് ഉപ്പ നിർമ്മിച്ച 4ാം ക്ലാസ് അമലിയാത്തുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ പോലും അവർ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോൾ സംശയം തീർക്കാൻ വേണ്ടി ഈ ബുക്ക് റെഫർ ചെയ്യാറുണ്ട്. പല പ്രഭാഷകന്മാരും എന്നോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ തന്നെ കൈകാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കും പിന്നെ അന്ന് മദ്രസയുടെ സിസ്റ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ അടുത്തുള്ള ഓരോ സ്ഥലങ്ങളും ഇപ്പം തന്നെ നടക്കുകയും അങ്ങനെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുമായൊക്കെ സഹകരിച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുവാനും ചെയ്തു. ഇവിടെ അന്നത്തെ കാലത്തിൻ്റെ അവശേഷിപ്പുകൾ, അന്നത്തെ രജിസ്റ്ററൊക്കെ ഇവിടെ കാണുമല്ലോ അല്ലേ? ഇവിടെ ആദ്യം മുതൽക്കുള്ള രജിസ്ട്രേഷൻ ബുക്ക് ഇവിടെ ഉണ്ട്. 1948 മുതൽക്ക് രജിസ്ട്രേഷൻ 1947 തുടങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ കുറച്ച് കുട്ടികളുടെ ഒരു ഗ്യാപ്പോടെ കാണുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും അന്ന് മുതൽക്കുള്ള എല്ലാ രജിസ്ട്രേഷൻ ഇവിടെ. ഗ്യാപ്പ് വരാൻ കാരണം എന്താണ്? ആദ്യത്തെ തയ്യാറെടുക്കാൻ എന്തോ നമ്മൾ അറിയുന്നത് ഇത് കാണുന്ന അന്നത്തെ കുട്ടികളെ അന്ന് തിരഞ്ഞ് ആദ്യം ആ രജിസ്ട്രേഷൻ വന്ന് എനിക്കൊന്ന് അതിന് ശേഷമായിരിക്കും.
40. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് വിട്ടുപോയി എങ്ങനെയെങ്കിലും കുട്ടികളൊക്കെ പറഞ്ഞേക്കുക, പണ്ട് കേൾക്കാറുണ്ട് ഈ പാടത്ത് പണിയെടുക്കുന്ന ജുമയൊക്കെ ആള് തികയാതിരിക്കും, പാടത്ത് പോയിട്ട് ആളെ കൂട്ടി വരിക എന്നൊക്കെയുള്ള കഥകളൊക്കെ പണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ ആയിരിക്കും. അതൊന്നല്ല, അന്ന് അത് ചേർക്കേണ്ട ആൾക്കാരിൽ നിന്ന് അശ്രദ്ധ പറ്റിയതാണ്. അവർക്ക് അത് ചേർക്കാം, കാരണം ഇത് പിന്നീട് ഒക്കെ ക്രോഡീകരിച്ചതാണ്. അപ്പോൾ ആദ്യത്തേത് ചിലപ്പോൾ ആ തുടക്കത്തിലല്ലേ, അന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ആ കുട്ടികൾക്ക്, അതുകൊണ്ടാണ് ആ കുട്ടികൾ ഏതാണെന്നുള്ളത് രജിസ്റ്ററിൽ അന്ന് എഴുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് പകർത്തി എഴുതുന്ന ആൾക്കാർക്ക് അത് സാധിച്ചിട്ടില്ല. അങ്ങനെ വന്നതാണ്. നമുക്ക് ആ രജിസ്റ്റർ ഒന്ന് കണ്ടാലോ? ഇതാണ് ഇവിടുത്തെ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത്, പഴയകാല അഡ്മിഷൻ രജിസ്റ്റർ. ഇതിവിടെ 18 മുതൽ 48 ചേർത്തിട്ടുള്ളത്. ആദ്യം ഇവിടെ ലിസ്റ്റ് മുഴുവൻ കാണുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. അപ്പം തന്നെ മനസ്സിലാക്കാം നമുക്ക് ഇത് ബനാത്ത് എന്നുള്ളൊരു ഇതാണ്. കാരണം ആദ്യം മുതൽക്ക് തന്നെ നോക്കണം, എല്ലാം പെൺകുട്ടികൾ ലിസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൺകുട്ടി. അത് തുടക്കത്തിൽ തന്നെ കണ്ടൊക്കെ പെൺകുട്ടി. പക്ഷെ നമ്മള് നമ്പർ 19 മുതലാണ് 18 പേരെ നമ്മൾ ചേർത്തുന്നതിൽ അവർക്ക് ഇവിടെ സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ട്. ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഏകദേശം ആൾക്കാർ നമുക്ക് അന്നത്തെ കാലത്ത് 10-12 ആൾക്കാരെ എനിക്ക് തന്നെ അറിയാം. നമുക്ക് അത് നമ്മളിങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഖദീജക്കുട്ടി, മറിയക്കുട്ടി, കുട്ടികളാണ്. സൈനക്കുട്ടി, ആമിനക്കുട്ടി, സൈനബ, ഐസാമ, ഐസിവി, അങ്ങനെ പോയിട്ട് എത്രാമത്തെയാണ് നമ്മുടെ ഇതില് പുരുഷന്മാര് വരുന്നത്? എത്രയാണ് ആൺകുട്ടികളിലേക്ക് വരുന്നത്? എത്രാമത്തെ നമ്പർ ആയിരിക്കും? 19 മുതൽ 35 വരെ പെൺകുട്ടികളാണ്. പിന്നെ 36 ആരാണ്? അബ്ദുള്ളക്കുട്ടി, മുഹമ്മദ് കുട്ടി. ആണിലും പെണ്ണിലും കുട്ടിയുണ്ട്. ഓക്കെ, മുഹമ്മദ് അബ്ദുൽ ബാരി, അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു പഴയ സദക്കി മദ്രസയിൽ പഠിച്ചതാണോ? 136 സ്ഥാന നമ്പർ എത്രയാ? 319. 319 എന്റെ അഡ്മിഷൻ നമ്പർ. അത് എത്ര കാലത്തിന് ശേഷമാണ് ഇതില് ഉസ്താന് പേരുണ്ടെന്ന് കണ്ടെത്തുന്നത്? അല്ല, നേരത്തെ ഉണ്ട്, അറിയാലോ. ഇതൊക്കെ എടുത്തു നോക്കുന്നത് എത്ര കാലത്തിന് ശേഷമാണ്? ഇത് മുമ്പ് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഡേറ്റ് ഓർമ്മയില്ല. ഞാനിത് മുഴുവൻ ഞാൻ തന്നെ എഴുതിയിരുന്നത്. പിന്നീട് ഈ ഉള്ളതൊക്കെ ഞാൻ തന്നെ ഓർഡറായിട്ട് ഞാൻ സെതറായിരുന്നു. ഇവിടെ പഴയൊരു കത്തൊക്കെ ഉണ്ടല്ലോ, സെതറായിരുന്നു. അത് എന്താണ് കത്ത്? എന്താണ്? 86 കത്താണ്. നമ്മളിങ്ങനെ പ്രമാണങ്ങൾ തികയുമ്പം ഇങ്ങനെ പലതും കിട്ടുന്നു. ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക്, തലമുറക്കൊന്നും കാണാൻ കിട്ടാത്ത ഒരു സംഭവമാണ്. അപ്പം ഇതൊക്കെ ഇത്തരം സംഗതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എന്തൊരു TC, അന്നത്തെ TC, പഴയ കാലത്തെ TC അല്ലേ? ഇത് എത്ര കാലം വരെ നിങ്ങൾ ഉപയോഗിച്ചു? ഇത് സമസ്ത ഏറ്റെടുക്കുന്നത് വരെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സമസ്തയിൽ പിന്നെ അവിടെ ഏറ്റെടുത്തതിന് ശേഷം ഇതൊക്കെ ഒഴിവാക്കി പഴയ അഡ്മിഷൻ 48 കാലഘട്ടത്തിൽ TC രജിസ്ട്രേഷനൊക്കെ നമ്മുടെ പ്രിപ്പയർ ചെയ്തിരുന്നത്. ആദ്യകാല രജിസ്ട്രേഷനും അതുപോലെ TC, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അടിച്ചിരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു മദ്രസയുടെ മുറ്റത്ത് വന്ന് നമ്മൾ നിന്ന് സംസാരിക്കുമ്പം ആ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ, കാരണം സമസ്ത 100 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പം ആ സമസ്തയുടെ തുടക്കത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പല ശേഷിപ്പുകളും ആ ചരിത്രങ്ങളും ഓർക്കപ്പെടുക, അയവിറക്കപ്പെടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും, ഇപ്പോൾ ഇവരൊക്കെ ആധുനികമായ പുതിയ ഉസ്താദുമാരാണ്. എങ്ങനെ പോകുന്നു ഇവിടുത്തെ കുട്ടികളുടെ പഠനവും പഠിപ്പിക്കലും ഒക്കെ? എങ്ങനെ? പഠനമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറവണ്ണ ഉസ്താദ് തുടങ്ങി വെച്ച ആ ഒരു ആത്മീയത ഇപ്പോഴും ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ മഹല്ലകളിൽ നടക്കുന്നതിനോടൊപ്പം നമ്മുടെ സമസ്തയുടെ തഹിയൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആളുകളുടെ അടുത്ത് സമീപിച്ച സമയത്ത് നമ്മളങ്ങനെ ചോദിക്കുന്നതിലപ്പുറം അതിൽ വലിയൊരു സംഖ്യ നമുക്ക് തിരിച്ചു നൽകിയിട്ട് സഹകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ പറവണസ്ഥ തുടങ്ങിയ ചെറിയൊരു ആത്മീയതമായിട്ട് ബന്ധപ്പെട്ട അത്രയും ഒരു താല്പര്യം സമസ്തയോട് കാണിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ അർത്ഥം. സമസ്തൻ്റെ വർക്കുകളൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായി ഇവിടെ നടക്കാറുണ്ട്. പറവണ്ണ മഹലിനെ സംബന്ധിച്ചിടത്തൊരു പ്രത്യേകത ഉണ്ട്. മറ്റു മഹല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി പറവണ്ണ മഹല്ലിൽ
മെമ്പർഷിപ്പ് എടുത്താലേ മഹല്ല് കമ്മിറ്റി അംഗമാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 1500 കുടുംബങ്ങളുണ്ട്. പക്ഷേ ആ കുടുംബങ്ങളിലെ മുഴുവൻ ആളുകളും മഹല്ല് കമ്മിറ്റി അംഗങ്ങളല്ല. ഓരോ 3 വർഷം കൂടുമ്പോഴും കർമ്മപരമായി ഷാഫി മദ്ഹബും വിശ്വാസപരമായി അശ്വരീയ തിരിയക്കത്തും അനുസരിച്ച് ജീവിക്കുന്നവരും അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളെ അംഗീകരിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോമിൽ പൂരിപ്പിച്ച് തന്നതിന് ശേഷമാണ് അത് കമ്മിറ്റി അംഗീകരിച്ചാലാണ് അവർ മഹല്ല് കമ്മിറ്റി അംഗമാകുള്ളൂ. അല്ലാത്ത ആളുകളൊക്കെ വെറും മഹല്ല് കുടുംബാംഗം എന്ന നിലയിൽ അംഗങ്ങളാകുള്ളൂ. കമ്മിറ്റി അംഗങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ട്. വ്യവസ്ഥാപിതമായി മഹല്ലിന് അനുബന്ധമായി ഒരു 4 ജുമാഅത്ത് പള്ളി വേറെ ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ സംസ്ഥയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും പള്ളി മുഖേന അത് ഖത്തീബ് മെഹ്റാബിലെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാറാണ് പതിവുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾക്ക് SYS ഘടകം, SKSF ഘടകം, ആ ഘടകങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വേണ്ട എല്ലാ സഹായങ്ങളും മഹല്ല് കമ്മിറ്റീൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഒരു ആലിബാബ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ഒരു പാവമായിരുന്നു. അയാൾ എന്നും ഒരു കാട്ടിലേക്ക് വിറക് വെട്ടാൻ പോകുമായിരുന്നു. ഒരു ദിവസം അയാൾ ഒരു കുതിരൻ്റെ ഒരു ശബ്ദം കേട്ടു. അയാൾ നോക്കുമ്പോൾ കുറേ കുതിരകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നും ഇത് ഇപ്പോൾ എങ്ങോട്ടാ പോണേന്ന് തോന്നിയിട്ട് അദ്ദേഹം അവരുടെ ബാക്കിൽ പോയി നോക്കുമ്പോൾ കുറേ ആൾക്കാരും ഒരു കൊള്ളക്കാരുടെ രൂപത്തിലോ. അയാൾ പറഞ്ഞു അവരുടെ കയ്യിൽ കുറേ തോക്കും വാളുമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യാൻ പോകുക? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു തുറക്കൂ അസീജീന്ന്. അപ്പോൾ അവിടെയുള്ളൊരു തടാകം തുറന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ രത്നങ്ങളും കല്ലുകളും മാല, സ്വർണം അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അത് അടിഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ പിന്നെ അവർ പുറത്ത് വന്നു. അപ്പോൾ ആലിബാബ അവിടെ പോയിങ്ങാണ്ട് പറഞ്ഞു തുറക്കൂ അസീസേ. അപ്പോൾ ആലിബാബക്ക് ബുദ്ധായില്ല. ആലിബാബ കണ്ണ് തിരുമ്പി നോക്കി. പിന്നെ ആലിബാബ അതൊക്കെ ഒരു ചാക്കിലാക്കി വീട്ടിലേക്ക് പോയി. അപ്പം അതിൻ്റെ ഭാര്യ പറഞ്ഞു ഇതൊക്കെ എവിടെന്നാ? അതിനൊരു മൂത്ത സഹോദരനുണ്ടായിരുന്നു. എന്നിട്ട് ആലിബാബൻ്റെ ഭാര്യ നേരെ സഹോദരൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ഒരു തൂക്കുപാത്രം വാങ്ങി വന്നു. അപ്പോൾ എന്തിനാന്ന് ആലിബാബൻ്റെ മൂത്ത സഹോദരൻ്റെ ഭാര്യ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ആലിബാബൻ്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് രത്നം കിട്ടിയിട്ടുണ്ട്, അതൊന്ന് തൂക്കി നോക്കാനാന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തൂക്കി നോക്കാൻ വേണ്ടി അപ്പോൾ ആലിബാബൻ്റെ മൂത്ത സഹോദരൻ്റെ ഭാര്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി. അവരതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊരു കുറച്ച് പശ തേച്ച് അത് അവർക്ക് കൊടുത്തു. എന്നിട്ട് ആലിബാബൻ്റെ ഭാര്യ നേരെ വീട്ടിലോട്ട് പോയി അത് തൂക്കി നോക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു, അത് വിൽക്കാൻ പോയപ്പോൾ ആലിബാബ പറഞ്ഞു ഇത് അത്രക്ക് വിൽക്കണ്ട, എല്ലാവർക്കും സംശയമാകുന്നേ. എന്നിട്ട് ആലിബാബൻ്റെ ഭാര്യ അത് നേരെ പോയി അവരെ വീട്ടിലേക്ക് തന്നെ കൊടുത്തു. അപ്പോൾ ആലിബാബൻ്റെ മൂത്ത സഹോദരൻ്റെ ഭാര്യ അവരെ പാത്രത്തിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ അവിടെ ഒരു സ്വർണമുണ്ടായിരുന്നു. സമസ്തയുടെ 2ാമത്തെ മദ്രസയിൽ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊപ്പമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഏതായിരുന്നാലും ഈ മദ്രസയും ചരിത്രവും സമസ്തയുടെ പ്രയാണവും മദ്രസാ പ്രസ്ഥാനങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ അതിന് ആതിഥേയത്വം വഹിച്ച ഒരു മദ്രസയും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന ആ ഒരു മധുരവും ഓർമ്മകളുമുണ്ട്. പറവണ്ണയിലെ ഈ മദ്രസയിൽ ഇരിക്കുമ്പോൾ അതാണ് നമ്മളിലേക്ക് ഓടി വരുന്നത്.